പീപ്സ് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അതൊരു റീലിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ നൈക്കയുടെ ഒരു ഫൗണ്ടേഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഷെയ്ഡ് വന്നിട്ട് ചെസ്നട്ട് ആണ് കേട്ടോ. അത് ഫേസിൽ ഫുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അടുത്ത സംഭവം എടുത്തപ്പോഴാണ് എനിക്ക് പണി പാളിയെന്ന് മനസ്സിലായത്. വേറൊന്നുമല്ല, കൺസീലർ. ഇത് വാങ്ങിയിട്ട് 1 year ആയിട്ടുണ്ട്. ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. എടുത്തങ്ങോട്ട് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഓയിലി സാധനം എന്തോ എന്റെ ഫേസിൽ വന്നു. ഞാൻ ഡേറ്റ് ഒക്കെ നോക്കി, പക്ഷെ ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തോ യൂസ് ആക്കാത്തോണ്ടാകും. നേരെ അത് ഡസ്റ്റ്ബിനിൽ ഇട്ടു. അതെന്നിട്ട് റിമൂവ് ആക്കി കളഞ്ഞു. ഇനി സ്കിൻ ഇറിറ്റേഷൻ ഒന്നും വരണ്ടാന്ന് കരുതിയിട്ട്. ഓക്കെ പോട്ടെ, നമുക്ക് അടുത്തെടുക്കാം. അടുത്ത ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ഫില്ലർ ആണ് കേട്ടോ. ഇതിന്റെ അടിയിലായിട്ട് ജെൽ ഐലൈനറും ഉണ്ട്. ഇതിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പൊ നമ്മൾ ഐബ്രോസും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടുന്ന ഐലൈനർ ആണ്. ഞാൻ നമ്മുടെ നോർമൽ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ഡാസ്ലൻഡ് ഐലൈനർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടൊരു കുട്ടിപ്പൊട്ട്. അത് ആക്ച്വലി സൂക്ഷ്മദർശിനി ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. എങ്കിലും ഒരു സമാധാനത്തിന് ചെറിയ പൊട്ടും തൊട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വാലും വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ബ്ലഷ് ആണ് കേട്ടോ. ഈ ബ്ലഷ് അടിപൊളി ബ്ലഷ് ആണ്. ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. എം കഫേന്റെ ഒരു ചീക്ക് ആൻഡ് ലിപ് ടിന്റ് ആണ് കേട്ടോ. അടിപൊളി സാധനമാണ്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഞാൻ ലിപ്പിലും ഇട്ടു. അതുപോലെ കുറച്ചെടുത്ത് നമ്മുടെ കവിളിലും കൂടി ഇട്ടിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ലിപ്സ്റ്റിക്ക് ഞാൻ ഫേ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണ്. ഇതും എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അതുകൂടെ ഇട്ട് കഴിഞ്ഞ് പിന്നെ കമ്മലും കൂടെ ഇട്ടപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മേക്കപ്പ് ഒക്കെ മതി. അടുത്തത് ഞാൻ മുടിയൊന്ന് ഹൈ പോണിറ്റെയിലും കെട്ടി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതൊരു ബൈ.